ഹലോ, ഇന്നിപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ടൈഗർ പ്രോൺസ്. വേണ്ട, അടുത്ത് പിടിക്കുമ്പോൾ ഇത്ര നല്ല നീളമുണ്ട് ഇതിന്. ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ദേവാജിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുഞ്ഞാഴ്ചയ്ക്കും ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. മീമി വെള്ളത്തിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പം നേണ്ട നോക്കുന്ന നോട്ടം കണ്ടോ മക്കളെ. മീമി എന്തിയ കുഞ്ഞിൻ്റെ അവിടാണോ? എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് മീൻ. ഇത് അത് നോക്കുക. പക്ഷെ ഇനി ദേവാജു വരുമ്പോഴത്തേക്കും അവനും കൂടെ ഉള്ളത് റെഡിയാക്കി വെക്കണം. പിന്നെന്താ, കുറച്ച് ഫ്രൈ ചെയ്യണം, കുറച്ചൊന്ന് ഗ്രേവിയാക്കി എടുക്കണം. വേണ്ട മീൻ. എന്ത്? അയ്യോ, കടിക്കത്തില്ലയോ? മീമ കച്ചും. അയ്യോ, വേണോ കുഞ്ഞിന്? വേണോ മുത്തിന്? എന്നാ എടുത്തോ. എടുത്തു എടുക്കുന്നില്ലേ? എന്തായാലും കുറച്ച് വറക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ച് 2-3 ഈർക്കൽ വേണം. അതെടുക്കാനായിട്ട് വന്ന. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഞാൻ അപ്പുറത്തെ സൈഡ് ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് കാണിക്കാം. ചെറിയ വീടാണെന്ന് പറഞ്ഞ് കൊച്ചാക്കിയവരോട് ഉള്ള ഉത്തരം. പണ്ടത്തെ തറവാട്ട് വീടെന്നൊക്കെ പറയും, തറവാടെന്നൊക്കെ പറയും. അതാണ് ഈ വീട്. അപ്പോൾ ഈർക്കല് പറിക്കട്ടെ. വേണ്ട ഒരു തെങ്ങ്, നമ്മുടെ വാഴ, പ്ലാവ്, കരിക്ക്, കണ്ടി നിൽക്കുന്ന കരിക്ക, അങ്ങനെ എല്ലാം ഉണ്ട്. മുരിങ്ങയ്ക്ക വേണ്ട പൂത്ത് എല്ലാം റെഡിയായി. അതിൻ്റെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പൂവൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. അങ്ങനെ ഇറുക്കൽ സെറ്റാക്കി. ഇനി ഇതൊന്ന് ചീകിയെടുക്കണം. ചീകിയെടുത്ത് കഴുകി നല്ല രീതിക്ക് അതിൽ കുത്തി കയറ്റി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് വേണം വറക്കാൻ. ദേവാജി വരുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കണം. ഈ മുറിയിൽ നിന്ന് അങ്ങേ അപ്പുറത്തെ മുറിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോയേ പറ്റത്തുള്ളൂ. കാരണം സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയത്തില്ല ഒരു റൂമിൻ്റെ. ഇപ്പോഴത്തെ വീടിൻ്റെ ടൈപ്പ് സ്ക്വയർ ഫീറ്റ് അല്ല, ഇച്ചിരി വലുത് തന്നെ. ഹലോ 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 ഡേ ഡേ കൊച്ചവിടെ നിൽക്കുന്നു. താര കളിക്കുന്നു. അങ്ങനെ നമ്മുടെ കൊച്ചുകുട്ടന്മാരെ നമ്മൾ റെഡിയാക്കി അരപ്പെല്ലാം തേച്ചെടുത്ത് വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, നാരങ്ങ നീര്, ഇച്ചിരി വെള്ളം കൂടെ, പിന്നെ ഇച്ചിരി ഗോതമ്പ് പൊടി ചെറുതായിട്ട്, അമൃതം പൊടിയാണ് എടുത്ത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പം ഉരുളി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്.
ഈ ചെറിയ ഉരുളി എടുക്കുന്ന കുറച്ച് എണ്ണ ഒഴിച്ച് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. തീ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഇടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പം പതിയെ എടുത്തിടാം. ഇത്രയും മതി. ഒന്നും കൂടി ഇരിക്കട്ടെ അല്ലേ. ഈ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കൊഞ്ച് കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചെടുത്ത് കോരി വെച്ചായിരുന്നു. അപ്പം ബാക്കി വന്ന എണ്ണയിൽ ഇതങ്ങ് എടുത്തിട്ടു. ഇനി നമുക്ക് പതിയെ ഇതൊന്ന് മാറ്റി പിടിക്കാം. ജസ്റ്റ് ഒന്ന് ചരിച്ച് ഇങ്ങനെ വെച്ചാൽ മതി. എണ്ണയൊക്കെ അങ്ങ് വറ്റിപ്പോട്ടെ. എന്നിട്ട് നമുക്ക് കോരി എടുക്കാം. സിമ്പിൾ ടെക്നിക്ക്. ഇതൊക്കെ അറിയാമോ മോളെ, മക്കളെ, അമ്മായിമാരെ?